സരയൂ നദിയുടെ തീരത്തുള്ള ആ കോസല രാജ്യത്തിന്റെ ഹൃദയഭാഗത്തുള്ള മനോഹരിയായിട്ടുള്ള രാജധാനിയാണ് അയോധ്യ. സൂര്യവംശത്തിലെ പ്രഗത്ഭനായ ദശരഥ മഹാരാജാവാണ് അയോധ്യയിലെ രാജാവ്. ദശരഥൻ എന്ന് പറഞ്ഞാൽ 10 രഥങ്ങളെ ഒരുമിച്ച് പായിക്കാൻ സാധിക്കുന്നവൻ, അല്ലെങ്കിൽ തൻ്റെ രഥത്തെ 10 ദിശയിലേക്ക് ഒരുമിച്ച് പായിക്കാൻ സാധിക്കുന്നവൻ എന്നാണ് അർത്ഥം. എങ്കിലും അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. 5 കർമ്മേന്ദ്രിയങ്ങളെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒരേപോലെ നിയന്ത്രിച്ച ആൾ എന്നതാണ് മറ്റേ അർത്ഥം. ദശരഥ മഹാരാജാവ് തൻ്റെ യുദ്ധ നൈപുണ്യത്തിലും മുറകളിലും അഭ്യാസത്തിലും രാജതന്ത്രങ്ങളിലുമൊക്കെ വിശാരദനായിരുന്നതുപോലെ തന്നെ അദ്ദേഹം വളരെ അഗാധമായിട്ട് വൈദിക ഗ്രന്ഥങ്ങളും പഠിച്ചുറപ്പിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹം സത്യഗുണത്തിൽ തൻ്റെ പ്രജകളെ പരിപാലിച്ചു പോരുന്നു. ഇഷ്കാഗു രാജവംശത്തിലെ മനു എന്ന രാജാവിൻ്റെ കാലം മുതലാണ് അയോധ്യയുടെ നിർമ്മാണം തുടക്കമിട്ടത്. അയോധ്യ വളരെ മനോഹരിയായ ഒരു രാജ്യമാണ്. വളരെയധികം സംരക്ഷണത്തോടു കൂടിയ ഒരു നഗരവുമാണ്. ആ അയോധ്യ എന്നു പറഞ്ഞാൽ ജയിക്കാൻ പറ്റാത്തത് എന്നാണ് അർത്ഥം. അയോധ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അയോധ്യയുടെ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ശത്രുക്കളെ ജയിക്കാൻ അയോധ്യ പര്യാപ്തയായിരുന്നു. പുറത്തു നിന്നുള്ള ശത്രുക്കൾ, അതായത് മറ്റ് രാജ്യത്തിൻ്റെ രാജാക്കന്മാരും പടയാളികളുമെല്ലാം, അതിനുവേണ്ടി അയോധ്യയ്ക്ക് പ്രത്യേകം ഒരു സംവിധാനം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരാണ് അകത്തു നിന്നുള്ള ശത്രുക്കൾ? ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ തന്നെ അകത്തുണ്ടാകുന്ന ദുർവികാരങ്ങളെയാണ്, അനർത്ഥങ്ങളാണ് ആ രാജ്യത്തിലെ അകത്തു നിന്നുള്ള ശത്രുക്കളായി മാറുന്നത്. അതായത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നുള്ള 6 ശത്രുക്കൾ. എന്നാൽ അയോധ്യ ഇങ്ങനെ അകത്തു നിന്നുള്ളതും പുറത്തു നിന്നുള്ളതുമായ എല്ലാ ശത്രുക്കൾ നേരിടാൻ പര്യാപ്തയായിരുന്നു. എന്നാൽ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കേട്ടാലോ?